Good morning everyone. Next we discuss the topic nesting of functions. As we know, nesting of if statements, nesting of loops, etc. The word nesting means something inside of another one. Okay. സോ നെസ്റ്റിംഗ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷൻ്റെ അകത്ത് നിന്ന് നമ്മളിപ്പോൾ മെയിനിൽ നിന്നാണ് ഒരു ഫങ്ഷനെ വിളിക്കുന്നത്. അങ്ങനെ ആ വിളിച്ച ഫങ്ഷനിൽ നിന്ന് നമ്മൾ മറ്റൊരു ഫങ്ഷനെ വിളിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് നെസ്റ്റിംഗ് ഓഫ് ഫങ്ഷൻ എന്ന് പറയാം. ഓക്കെ, എ ഫങ്ഷൻ കണ്ടെയ്ൻ അനദർ ഫങ്ഷൻ ഇൻസൈഡ് ഇറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു ഫങ്ഷന് മറ്റൊരു ഫങ്ഷനെ വിളിക്കാൻ കഴിയും. അങ്ങനെ ഒരു കാൾഡ് നെസ്റ്റിംഗ് ഫങ്ഷനെ വിളിച്ച് അതിൻ്റെ അകത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരാളെ വിളിക്കുകയാണെങ്കിൽ ആ ഒരു ഫിനോമിനനെ നമുക്ക് നെസ്റ്റിംഗ് ഓഫ് ഫങ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. നിങ്ങളതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എക്സാമ്പിൾ ഇട്ടാൽ മതി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സം പ്രൊഡക്റ്റ് കാണണമെന്ന് വിചാരിക്കുക. അപ്പോൾ സമ്മിനെ നമ്മൾ വിളിച്ചു. അപ്പോൾ പ്രൊഡക്റ്റുകളെ അവിടെ നിന്ന് വിളിക്കാം. മനസ്സിലാവോ? അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മെയിനിൻ്റെ അകത്ത് നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. റേഷ്യോ 3 ഇൻറ്റിജർ വാല്യൂസിൻ്റെ റേഷ്യോ കണ്ടിട്ട് ഫ്ലോട്ട് റിട്ടേൺ ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് റേഷ്യോ. ഇനി നമ്മൾ അവരെ പരിചയപ്പെടുത്തി 3 പേരെ റീഡ് ചെയ്യണം. കാരണം ആർഗ്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ 3 പേരെ റീഡ് ചെയ്ത് ആ ആർഗ്യുമെൻറ്റിന് നമ്മൾ റേഷ്യോൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. ഓക്കെ, പാസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ്-എഫിൽ തന്നെ കൊടുക്കുകയാണ്. നമ്മൾ എക്സ്ട്രാ ഫ്ലോട്ടിംഗ് വാരിയബിൾ ഇട്ടിട്ടില്ല. %f ആയിട്ട് നമ്മൾ പ്രിൻ്റ്-എഫിൻ്റെ അകത്ത് തന്നെ പ്രിൻ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ടൈപ്പ് ഉണ്ടെങ്കിലും ഇവിടെ വന്ന റിസൾട്ട് അങ്ങ് പ്രിൻ്റ് ആയിക്കോളും, വേറെ വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നില്ല. സോ റേഷ്യോ ABC എന്ന് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഒരാളെ കോൾ ചെയ്തു. ഇനി ആ കോൾ ചെയ്ത ആളടുത്തേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ ബാക്കി നോക്കൂ, ഗെറ്റ് CH ആൻഡ് കേളി ബ്രേസ് ഉണ്ട് മെയിൻ കംപ്ലീറ്റ് ആവാൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് കോൾ ചെയ്തതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ മറ്റൊരു ഫങ്ഷനെ പരിചയപ്പെടുത്തുന്നു, ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ABC എന്ന ഐറ്റംസ് ആയിട്ട് തന്നെയാണ് മെയിനിലെ ABC വരുന്നത്. കോപ്പി ചെയ്യുകയാണ്. അവർ 2 പേരുടെയും പേര് സെയിം ഉള്ളൂ, മെമ്മറി സെയിം അല്ല. അതുകൊണ്ട് എൻ്റർലി ഡിഫറൻ്റ് ആണ്. ഈ റേഷ്യോൻ്റെ അകത്തുള്ള ഈ ABC, അതായത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ABC, അത് മെയിനിൻ്റെ ലോക്കലാണ്, മെയിനിൽ ഡിക്ലെയർ ചെയ്ത ആൾക്കാരാണ്. ഓക്കെ, അതേസമയം പിന്നെ ഫോർമൽ ആർഗ്യുമെൻ്റ് ABC ഓഫ് റേഷ്യോ ഫങ്ഷൻ ഇവരുടെ ലോക്കലാണ്, റേഷ്യോ ഫങ്ഷൻ്റെ. മനസ്സിലായല്ലോ? ഇനി അവിടെ നമ്മൾ മറ്റൊരു ആളെ പരിചയപ്പെടുത്തുന്നു, ഡിഫറൻസ്. അത് വീണ്ടും ഇൻറ്റിജർ ഐറ്റം റിട്ടേൺ ചെയ്യും. പിന്നെ 2 ഇൻറ്റിജേഴ്സിൻ്റെ ഡിഫറൻസ് കണ്ട് റിട്ടേൺ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരൊക്കെ തമ്മിൽ? Y ആൻഡ് Z തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ x/y-z റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ 0 റിട്ടേൺ ചെയ്യും. അങ്ങനെ ഒരു ഫങ്ഷനാണ്. ഓക്കെ, അപ്പം നമ്മൾ അവരെ കോൾ ചെയ്യുന്നത് ഈഫിൻ്റെ അകത്ത് നിന്നാണ്. അതായത് ഈഫിലേക്ക് ഒരു ഇൻറ്റിജർ വന്ന് വീഴണം. ഓക്കെ, അത് നോൺ 0 ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും? x/y-z അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ഓക്കെ, ഡിഫറൻസ് ഫങ്ഷൻ എവിടേക്കാണ് റിട്ടേൺ ചെയ്യുക? റേഷ്യോൻ്റെ അകത്തേക്ക്. ഇനി ഡിഫറൻസിൽ എന്താണ് നടക്കുന്നത്? PQ ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അവിടുന്ന് പാസ് ചെയ്യുന്നത് Y-ഉം Z-ഉം ആണ്. ഒരിത്തിരി മിസ്റ്റേക്ക് ഉണ്ട് ആ കുട്ടി എഴുതിയതിൽ. ഇത് ABC ആവില്ല, XYZ ആണ് കേട്ടോ. കാരണം എന്നാലേ ഇവർക്ക് Y-ഉം Z-ഉം ഒക്കെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ B ആൻഡ് C പാസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓക്കെ, A/B - C ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്.
അപ്പോൾ എനിവേ ഇവിടെ നമ്മൾ വൈ ആൻഡ് സെഡ് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബി ആൻഡ് സി പാസ് ചെയ്യുമ്പോൾ പിയിലും ക്യൂയിലും വന്ന് വീഴും. അപ്പോൾ പി ക്യൂ തുല്യമാണോ എന്ന് നോക്കും. തുല്യമല്ലെങ്കിൽ റിട്ടേൺ 1. ഓക്കെ, അല്ലെങ്കിൽ റിട്ടേൺ 0. അപ്പോൾ ഇതിനെ ബേസിട്ട് ആയിരിക്കും ഇവിടെ എന്ത് റിട്ടേൺ ചെയ്യണമെന്ന് ഈ ഫംഗ്ഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, റേഷ്യോ എന്ന ഫംഗ്ഷൻ്റെ അകത്തൊരു ഡിഫറൻസ് ഫംഗ്ഷനെ നമ്മൾ മെയിനിൽ നിന്ന് റേഷ്യോ വിളിച്ചതുപോലെ റേഷ്യോയിൽ നിന്ന് ഡിഫറൻസിനെ വിളിച്ചു. അപ്പോൾ ഇവിടെ റേഷ്യോ ആൻഡ് ഡിഫറൻസ് നെസ്റ്റഡ് ഫംഗ്ഷൻ റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോസസ്സ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നെസ്റ്റിംഗ് ഫംഗ്ഷൻ നടക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഉണ്ടായിരിക്കുക നമ്മളുടെ മെയിനിലാണ്. മെയിൻ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ റേഷ്യോനെ വിളിക്കുന്നു. അപ്പോൾ മെയിനിനെ നമ്മളിവിടെ സ്റ്റോർ ചെയ്യും. ഓക്കെ, റേഷ്യോനെ വിളിക്കുമ്പോൾ റേഷ്യോനെ ഇവിടെ കൊടുന്നിടും. കണ്ടോ, ഇൻസേർട്ട് വെൻ സ്റ്റാർട്ട്. എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ മെയിന് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ വരും. ഇൻസേർട്ട് വെൻ റേഷ്യോ കാൾഡ്. എപ്പോഴാണോ റേഷ്യോനെ വിളിക്കുന്നത് അപ്പോൾ മെയിനിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ സേവ് ചെയ്തിട്ട് റേഷ്യോ കൊടുന്നിടും. പിന്നെ റേഷ്യോ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഡിഫറൻസിനെ എപ്പോൾ വിളിക്കുന്നോ അപ്പോൾ ഇയാൾ വന്ന് വീഴും. ഓക്കെ, ഡിഫറൻസ് എപ്പോൾ തീരുന്നു അപ്പോൾ അയാൾ ഡിലീറ്റ് ചെയ്യും. അതാണ് ഏറെ മുകളിലോട്ട് കാണിച്ചത് കേട്ടോ. പിന്നെ റേഷ്യോ എപ്പോൾ തീരുന്നോ അപ്പോൾ റേഷ്യോനെ ഡിലീറ്റ് ചെയ്യും. മെയിൻ എപ്പോൾ തീരുന്നോ മെയിനിനെയും ഡിലീറ്റ് ചെയ്യും. ഇതാണ് ഒരു എന്താ പറയുക, സ്റ്റാക്ക് എന്ന മെമ്മറിയിൽ ഫങ്ഷൻ കോളിംഗ് ടൈമിൽ നടക്കുന്നത്. അപ്പോൾ നെസ്റ്റിംഗ് ഫങ്ഷൻ ആവുമ്പോൾ മെയിനിൽ നിന്ന് റേഷ്യോ, റേഷ്യോയിൽ നിന്ന് ഡിഫറൻസ്. അപ്പോൾ അവരെ വിളിക്കുമ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാക്കിൽ വന്ന് വീഴും. ഓക്കെ, എന്നിട്ടിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എപ്പോഴാണോ ഓരോരുത്തർ അവസാനിക്കുന്നത്, ആരാദ്യം അവസാനിക്കണം? നെസ്റ്റഡ് വൺ അവസാനിക്കണം, എന്നിട്ട് ഔട്ടർ വൺ, വീണ്ടും അതിൻ്റെ മുകളിലുള്ള ഔട്ടർ വൺ അവസാനിക്കണം. അപ്പോൾ ആ ഒരു ഇതാണ് ഇവിടെ, സീക്വൻസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ. അപ്പോൾ ഓരോ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിനനുസരിച്ച് അവർ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ആവും. എപ്പോഴാണോ അവർ തീരുന്നത് അങ്ങനെ അവർ ഒരു റിവേഴ്സ് ഗിയറിലായിരിക്കും തീരുന്നത്. ഇൻസേർട്ട് ചെയ്തതിൻ്റെ റിവേഴ്സ് ഓർഡറിലാണ് അവരുടെ കംപ്ലീഷൻ വരിക. അല്ലെങ്കിൽ അത് ഓവർലാപ്പിങ്ങിലേക്ക് വരും. അത് പാടില്ല. നെസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഒന്ന് കംപ്ലീറ്റ്ലി എന്താണ് അതിൻ്റെ അകത്തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആയിരിക്കണം. ഒരു പാർഷ്യൽ അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് കോൺസെപ്റ്റിലേക്ക് വരാൻ പാടില്ല.